കുടുംബബന്ധം മുറിയാനുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാര് അതിലൊന്നാമത്തെ കാര്യം അജ്ഞതയാണ്. കുടുംബബന്ധം മുറിച്ചാലുള്ള അപകടങ്ങൾ അറിയില്ല, കുടുംബബന്ധം ചേർത്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് കുടുംബബന്ധം ആളുകൾ മുറിക്കുന്നത്. രണ്ടാമത്തത് തഖ്വയുടെ കുറവാണ്, ഈമാനിന്റെ കുറവാണ്. കാരണം നബി തങ്ങൾ പറഞ്ഞല്ലോ, കുടുംബബന്ധം മുറിച്ചവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. തഖ്വയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരിക്കലും കുടുംബബന്ധം മുറിക്കൂല. മൂന്നാമത്തെ കാര്യം കിബറാണ്, അഹങ്കാരമാണ്. കയ്യിൽ കുറച്ച് പണം കിട്ടിയപ്പോ, വലിയ സമ്പന്നനായപ്പോ പിന്നെ ഉപ്പാനെ കാണാൻ പറ്റുന്നില്ല, ഉമ്മാനെ കാണാൻ പറ്റുന്നില്ല. ഉമ്മാന്റെ കുടുംബക്കാരോടുള്ള ബന്ധം വിട്ടുപോയി, വാപ്പാന്റെ കുടുംബക്കാരോടുള്ള ബന്ധം വിട്ടുപോയി. കിബറാണ് കുടുംബബന്ധം മുറിച്ചു കളയുന്നത്. നാലാമത്തത് ഒരുപാട് കാലത്തെ ഗ്യാപ്പാണ്, സംസാരമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. കുടുംബമായിട്ട് കുറെ കാലമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇത് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാല് ഉപ്പാനെ ഉമ്മാനെ മാത്രം വിളിക്കും, വേറെ ആരും വിളിക്കൂല. കാരണം എന്താ, ഏറ്റവും അടുത്ത എളാപ്പുണ്ട്, നമ്മൾ എടുത്തു വളർത്തിയ എളാപ്പിയായിരിക്കും വാപ്പ ഗൾഫിലുള്ള സമയത്ത്. നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത് മൂപ്പരായിരിക്കും, ഇതൊക്കെ ചെയ്തവരായിരിക്കും. നല്ല കഷ്ടപ്പാട് നമുക്ക് വേണ്ടി അനുഭവിച്ചിട്ടുണ്ട്, എന്നാലും വിളിക്കൂല. ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അത് വലിയ പ്രശ്നമാണ്. അത് കുടുംബബന്ധം മുറിയാൻ കാരണമാകും. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അൽ ഇതാബു ശദീദ്, ഭയങ്കരമായ കുറ്റപ്പെടുത്തൽ. ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ആൾക്കാരെ മുമ്പിൽ, കുടുംബക്കാരെ മുന്നിൽ വെച്ചിട്ട് ചില ആൾക്കാർ അങ്ങനെ ചീത്തറിയും. പിന്നെ പറയുന്നത്, മൂപ്പരോട് ഞാൻ മിണ്ടൂല, അളാപ്പല്ലേ, എന്ത് അളാപ്പയാലും മിണ്ടില്ല, ഞാൻ മൂപ്പരോട് ഇനി മിണ്ടൂല. ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ വെച്ച് ഭയങ്കര ആക്ഷേപം. ഇത് പറഞ്ഞോടുകൂടി എന്ത് ചെയ്യും, ആളുകളോടുള്ള ബന്ധം വിട്ടുപോകും. പിന്നെയോ ആറാമത്തെ കാര്യം എന്താ അറിയോ, അനാവശ്യമായ ജാട. അതെന്താ, മൂപ്പര് വന്നാൽ ഇന്ന സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാകണം, അപ്പൊ എന്ത് മൂപ്പരെ വിളിക്കൂല. കാരണം മൂപ്പര് വരുമ്പോ ഇന്ന കാര്യങ്ങളൊക്കെ വേണം, അതൊക്കെ നമ്മുടെ വീട്ടിൽ സൗകര്യപ്പെടൂല, അത്ര സാമ്പത്തികമായ ഭദ്രത നമുക്കില്ല, അത് വലിയ പ്രശ്നമാണ്. ഏഴാമത്തെ കാര്യം, വന്നവരെ പരിഗണിക്കാതിരുന്നാൽ, അല്ലെ, നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു വ്യക്തി ആരാണെങ്കിലും കുടുംബക്കാര്, അവരെ നമ്മളെ പരിഗണിക്കാതിരുന്നാൽ, അവരൊന്ന് ശ്രദ്ധിക്കാതിരുന്നാൽ, അവരെ നമ്മളെ സൽക്കരിക്കാതിരുന്നാൽ പിന്നെ അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമോ? ഒരിക്കലും വരൂല, അത് വലിയ പ്രശ്നമാണ്. എട്ടാമത്തെ കാര്യം പിശുക്ക്, കുടുംബക്കാരെ സഹായിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ബന്ധം ചേർക്കൂല. അല്ലേ, എന്താ ഓന്റെ വീട്ടിൽ പോവാത്തത്, എന്താ അവിടെ പോവാത്തത്, ആ കല്യാണത്തിന് പോയാലേ അവിടെ സ്വർണം വാങ്ങാൻ കുറച്ച് കട ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 2 ലക്ഷമെങ്കിലും ഞാൻ കൊടുക്കേണ്ടി വരും, 1 ലക്ഷമെങ്കിലും കൊടുക്കേണ്ടി വരും, ഒരു 50,000 കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട്, പിശുക്ക് വിചാരിച്ചിട്ട് കുടുംബക്കാരോടുള്ള ബന്ധം മുറിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ തഖീറു ഖിസ്മത്തുൽ മീറാസ്, അനന്തര സ്വത്ത് വീതം വെക്കുന്നത് വൈകിപ്പിക്കുന്നു. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യമാണ്. ഒരു മോനെ സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല ഭദ്രത ഉള്ള ഒരു മനുഷ്യനാണ്, മൂപ്പർക്ക് വലിയ പൈസന്റെ ആവശ്യമൊന്നുമില്ല, ബാക്കിയുള്ള മക്കളൊക്കെ നല്ല കഷ്ടപ്പാടില്ല. ബാപ്പ മരിച്ചിട്ട് സ്വത്ത് വരിവെക്കണില്ല. മോൻ പറയാണെന്ത്, ഉമ്മയും കൂടെ മരിച്ചിട്ട് മതി. കാരണം എന്താ, ഓന്റെ കയ്യിൽ സ്വത്തുണ്ട്, ബാക്കിയുള്ളവർക്ക് വീടുണ്ടാക്കണമെങ്കിൽ ഇത് വീതം വെച്ച് കിട്ടണം. ഇങ്ങനെ കുടുംബബന്ധം മുറിയും. കാരണം എന്താ, എല്ലാരും ഇവന് നേരെ തിരിയും. അല്ലെ, അത് കുടുംബബന്ധം മുറിയാൻ. വാപ്പ മരിച്ചാൽ വാപ്പാന്റെ സ്വത്ത് ഒരിയക്കണം, അത് ഇസ്ലാമിന്റെ നിയമമാണ്. വാപ്പാന്റെ കടവും വാപ്പാന്റെ വസിയത്തും കഴിഞ്ഞാൽ വാപ്പാന്റെ സ്വത്ത് ഒരി വെക്കണം, അതാണ് ഇസ്ലാമിന്റെ നിയമം. അതേപോലെ തന്നെ 10ാമത്തെ കാര്യം, അശ്ശറാഖത്തു ബൈനൽ അഖാരിബ്, കുടുംബക്കാരുമായിട്ടുള്ള കൂട്ടുകച്ചവടം. അതിൽ ഏറ്റവും കൂടുതൽ കുടുംബം തെറ്റിപ്പോവുക. ഏട്ടനും അനിയനും കൂടെ കച്ചവടം നടത്തും, അതെന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടാവില്ല, അത് പ്രശ്നമാകും. പിന്നെ ഓര് തമ്മിൽ മിണ്ടൂല. ഒറ്റ വീട്ടിൽ താമസിച്ചവർ 2 ഏരിയ പോയിട്ട് താമസിക്കുന്ന ഒരു അവസ്ഥ വരും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാ, കുടുംബക്കാർ തമ്മിലുള്ള കൂട്ടുകച്ചവടം. 11ാമത്തെ കാര്യം, അൽ-ഇസ്തിഗാലു ഫി ദുനിയ, ദുനിയാവിനോട് ആർത്തി കാണിച്ച് പിന്നാലെ പോകുമ്പോ പിന്നെന്ത് ചെയ്യും, കുടുംബക്കാരൊന്നും പിന്നെ ഓർമ്മ ഉണ്ടാകൂല. അത് വലിയ പ്രശ്നമാണ്, അത് വലിയ പ്രശ്നമാണ്. അതേപോലെ തന്നെ അത്തഖാറുബു ഫിൽ മസാകിനി ബൈനൽ അഖാരിബ്, അടുത്തടുത്ത് വീടുണ്ടാകുക, അതൊക്കെ കുടുംബം ചിലപ്പോൾ തെറ്റാൻ കാരണമായേക്കും. ഞാൻ പറഞ്ഞത് അടുത്തടുത്ത വീടുള്ള ഏറ്റവും നല്ല കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കിടയിൽ ശൈത്താൻ വന്നിട്ട് നമ്മുടെ ബന്ധം തെറ്റിച്ച് നമ്മുടെ കുടുംബം കലക്കി നമ്മളെ നരകത്തിലാക്കാനാണ് ശൈത്താൻ ശ്രമിക്കുന്നത്. അള്ളാന്റെ ലഅനത്ത് വരാൻ, നമ്മുടെ അമല് സ്വീകരിക്കാതിരിക്കാൻ, നമ്മളെ നരകത്തിന്റെ ആളാക്കാൻ, നമ്മളെ സ്വർഗത്തെ പ്രവേശിപ്പിക്കാതിരിക്കാൻ ശൈത്താന് കിട്ടിയ ഏറ്റവും നല്ലൊരു വഴിയാണ് നമ്മുടെ കുടുംബം തെറ്റിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പിശാചി സർവ്വ കുതന്ത്രങ്ങളുമായി നമ്മളിലേക്ക് വരും. ഒരിക്കലും അവന്റെ കുതന്ത്രങ്ങളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല.